ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അവിനാശ് സുഭാഷിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരികയാണ്. അവരെ കണ്ട് പുഞ്ചിരിച്ച് അരികിലേക്ക് വരികയാണ് ചാന്ദിനി. അവിനാശ് പറയുന്നു, ബയ്യയുടെ എൻഗേജ്മെന്റ് മുടങ്ങി, അതിന്റെ വിഷമത്തിലാ. എല്ലാവരും ബയ്യയെ കുറ്റപ്പെടുത്തുന്നു. നീ പോയി ഒരു ചായ എടുത്തോണ്ട് വാ. ശരിയെന്ന് പറഞ്ഞ സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് ചാന്ദിനി അകത്തേക്ക് പോകുമ്പോൾ അവിനാശ് പറയുന്നു, വാ ബയ്യ, വന്നിരിക്കും. അവിടെ ഇരുന്ന സുഭാഷ് പറയുന്നു, ഹരീഷിന്റെ ജീവിതം നന്നായി വരണമെന്ന് കരുതിയ അവിനാശ് ഞാനിത് ചെയ്തത്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ സമയം ചായയുമായി അവിടേക്ക് വരികയാണ് ചാന്ദിനി. ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് സുഭാഷ് ആ ചായ വാങ്ങിച്ചു കുടിക്കുമ്പോൾ ചാന്ദിനി അവിനാശം വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, നടന്നതില് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല അവിനാശെ, പക്ഷെ വീട്ടിലെല്ലാവർക്കും വിഷമമായില്ലേ? ഞാനാ സംസാരിച്ച് വിശ്വാസം കൊടുത്ത് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയത്. ഇത്തവണ നല്ലത് നടക്കുമെന്നുള്ള വിശ്വാസത്തിലല്ലേ അവരെന്റെ കൂടെ വന്നത്. അവരെ വിഷമിപ്പിച്ചതാ എന്റെ വിഷമം. പക്ഷെ ഒരു കാര്യമുണ്ട് അവിനാശെ, തുടക്കം മുതലേ ഈ ബന്ധം വേണമെന്ന് അവരെന്നോട് ചോദിച്ചതാ. ഞാനാ നീതു എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നതെന്ന് കരുതി കൂടുതലൊന്നും ആലോചിക്കാതെ സമ്മതം പറഞ്ഞത്. അവിനാശി ചോദിക്കുന്നു, ഭയ്യ ഈ നിശ്ചയം മുടങ്ങിയതില് വിഷമമില്ലേ? പുഞ്ചിരിച്ച് സുഭാഷ് പറയണേ, എനിക്ക് ഒരു വിഷമവും ഇല്ല അവിനാശെ. ഞാൻ ഹരീഷിന് വേണ്ടിയാണ് ഈ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത്. എന്റെ വീട്ടിലുള്ള ആരും വിഷമിക്കരുതെന്നും ചിന്തിച്ചു. ഇപ്പൊ എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഹരീഷിന്റെ കല്യാണവും നീണ്ടുപോകത്തില്ലേ? അവനെന്തിനാ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നേ? ഇതൊക്കെ ചിന്തിച്ചാ ഞാൻ ഉടനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഇത് കേട്ട് അവിനാശ് പറയണ, ബയ്യ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. അവര് ബയ്യയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. എനിക്കും ബയ്യെ ഒരു 10 വർഷമായിട്ട് അറിയാം. ഞാനും അവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. എന്നോട് ചോദിച്ചാൽ അവര് പറയുന്നതാ ശരിയെന്ന് ഞാനും പറയും. ബയ്യയുടെ കല്യാണം നടക്കുന്നത് നന്നായി അന്വേഷിച്ച് നല്ലൊരു പെണ്ണിനെ വേണം ബയ്യ കല്യാണം കഴിക്കേണ്ടതെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതെ ബയ്യയുടെ വീട്ടിലുള്ളവരും ചിന്തിക്കുന്നുള്ളൂ. പുഞ്ചിരിച്ച് സുഭാഷ് ചോദിക്കണം, ഇനി എനിക്കൊക്കെ എങ്ങനെയാ അവിനാശെ കല്യാണം നടക്കുക? അതിനുള്ള ഭാഗ്യമില്ലെന്ന് വിചാരിച്ചാൽ മതി. എങ്ങനെയെങ്കിലും ഹരീഷിന്റെ കല്യാണം നടത്തണം. അവൻ സമ്മതിക്കില്ല, പക്ഷെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി അവന്റെ കല്യാണം നടത്തണം. എന്റെ കല്യാണം നടക്കാതിരിക്കുന്നതൊക്കെ ഓർത്ത് എനിക്കൊരു വിഷമമില്ല. നാട്ടിൽ എത്രയോ പേരുടെ കല്യാണം നടക്കാതിരിക്കുന്നു. അവരെല്ലാവരും നന്നായി ജീവിക്കുന്നില്ലേ? ഞാനും അതുപോലെ അങ്ങ് ജീവിക്കും. കല്യാണം നടക്കാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. അവിനാശി ചോദിക്കുന്നു, എന്താ ബയ്യ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ സുഭാഷ് പറയണ, കണ്ടില്ലേ അവിനാശെ, ഇനി ഇതിൽ കൂടുതൽ എന്താ? അങ്ങനെ സുഭാഷ് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുമ്പോൾ ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് അവിനാശ് പറയണ, ഞാനിത് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ചോദിക്കുക, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കുവോ ബയ്യ? ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ അവിനാശിനെ നോക്കുകയാണ് സുഭാഷ്. അവിനാശ് പറയുന്നു, എവിടെയൊക്കെയോ പെണ്ണന്വേഷിക്കുന്നു. എന്റെ പെങ്ങളെ ബയ്യ കണ്ടില്ലേ? അവളെ കല്യാണം കഴിക്കാലോ. ഇത് കേട്ടിട്ട് വിശ്വസിക്കാനാകാതെ ചാന്ദിനിയും അവിനാശിനെ നോക്കുകയാണ് സുഭാഷ്. ചാന്ദിനി നാണത്തോടുകൂടി പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുന്നു. അവിനാശ് പറയണ, അവളെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേന്നറിയോ? അവക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാ. ഇനി ആ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ബയ്യയെ പോലെ നല്ലൊരാൾ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും. എന്റെ പെങ്ങൾ ചാന്ദിനിയെ കല്യാണം കഴിക്കോ? ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, അവിനാശ് നീ എന്തായി പറയുന്നേ? അവിനാശ് ചോദിക്കുന്നു, എന്താ ഭയ്യ, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, നല്ലൊരു വീടില്ല, ഇതൊക്കെ ആലോചിച്ചാണോ വേണ്ടെന്ന് പറയുന്നേ? ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നുമില്ല, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പൊ അവിനാശ് പറയണ, ഞാനിത് നേരത്തെയും ബയ്യോട് പറഞ്ഞതാ. ഇത്രയും നല്ലൊരാൾക്കാണോ പെണ്ണ് കിട്ടാത്തത്? എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചൂടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബയ്യ അത് ചിരിച്ചു തള്ളി. പക്ഷെ ഞാൻ അന്നും കാര്യമായിട്ടാ ചോദിച്ചത്, ഇപ്പോഴും ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത്. എന്റെ പെങ്ങൾ ചാന്ദിനിയെ കല്യാണം കഴിക്കുവോ? ചാന്ദിനി എന്റെ പെങ്ങളായതുകൊണ്ട് ഞാൻ പറയുകയല്ല, അവള് നല്ല പെൺകുട്ടിയാ. ബയ്യെ നന്നായി നോക്കും. ബയ്യയും അവളെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാകും. അവളെ നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച തൃപ്തി എനിക്കുണ്ടാകും. ഇത് കേട്ട് സുഭാഷ് ആലോചിച്ചിരിക്കുമ്പോൾ അവിനാശി പറയുകയാണ്, ബയ്യ ഉടനെ പറയണമെന്നില്ല, നന്നായി ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല ബയ്യ. ഇത് കേട്ട് സുഭാഷ് ഒന്ന് ആലോചിച്ച് ചാന്ദിനിയെ തിരിഞ്ഞു നോക്കുകയാണ്. സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് ചാന്ദിനിയെ നാണത്തോടുകൂടി പുഞ്ചിരിച്ച് കുനിങ്ങി നിൽക്കുന്നു. ഇത് കണ്ട് സംശയത്തോടുകൂടി ഒന്ന് ആലോചിച്ച് വീണ്ടും ചാന്ദിനിയെ നോക്കുകയാണ് സുഭാഷ്. ചാന്ദിനി ചിരിച്ച് നാണത്തോടുകൂടി അകത്തേക്ക് ഓടി പോവുകയാണ്. സുഭാഷ് മനസ്സിൽ പറയുന്നു, ഇവളെന്താ ഇത്ര സന്തോഷമായിട്ട് ഓടി പോകുന്നേ? അവക്ക് എന്നെ ഇഷ്ടമാണോ? അങ്ങനെ സുഭാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ ചാന്ദിനി വാതിലിന്റെ അരികിൽ നിന്ന് സുഭാഷിനെ നോക്കുകയാണ്. ചാന്ദിനിയെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് ആലോചിച്ചിരിക്കുകയാണ് സുഭാഷ്. വീണ്ടും ചാന്ദിനിയെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കുകയാണ് സുഭാഷ്. ചാന്ദിനിയും നാണത്തോടുകൂടി സുഭാഷിനെ നോക്കി പുഞ്ചിരിക്കുന്നു. അവിനാശിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സന്തോഷത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് സുഭാഷ്. സുഭാഷും ചാന്ദിനിയും ഇടയ്ക്കിടയ്ക്ക് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അവരെ ശ്രദ്ധിക്കുന്ന അവിനാശ് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ ചാന്ദിനി പുഞ്ചിരിച്ച് സുഭാഷ് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അവിടെ നിന്ന് പോകുന്ന സുഭാഷ് ഓർക്കുകയാണ് ചാന്ദിനിയെ ആദ്യമായി കണ്ടത്, അവിനാശിന്റെ ഒപ്പം പണിസ്ഥലത്തേക്ക് വന്നത്, ചാന്ദിനിയെ കല്യാണം കഴിക്കുമെന്ന് അവിനാശ് ചോദിച്ചത്, ചാന്ദിനി നാണത്തോടുകൂടി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയത്, ചാന്ദിനി
കിളിക്കൂട്ടിലേക്ക് വന്നതും സുഭാഷിന്റെ ഒപ്പം ഭക്ഷണം കഴിച്ചതും തറവാട്ടമ്പലത്തിൽ പോയപ്പോൾ ചാന്ദിനിയുമായുള്ള നല്ല നിമിഷങ്ങളും ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയ ചാന്ദിനി വീഴാൻ തുടങ്ങിയപ്പോൾ താങ്ങി പിടിച്ചതുമെല്ലാം ഓർക്കുകയാണ് സുഭാഷ്. തുടർന്ന് ടെൻഷനോടുകൂടി പുറത്തു നിൽക്കുന്ന ഹരീഷ് ഓർക്കുകയാണ് സുഭാഷിന്റെ വാക്കുകൾ. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ ഞാൻ കല്യാണം കഴിക്കൂന്ന് നീ നീതുവിനോട് പറഞ്ഞില്ലേ? ഞാനാണ് നിന്റെ കല്യാണത്തിന്റെ തടസ്സമെന്ന് മനസ്സിലായപ്പോൾ മനസ്സ് തകർന്നുപോയി. ഈ സമയം കരഞ്ഞുകൊണ്ട് നീതു ഓർക്കുകയാണ് ഹരീഷിന്റെ വാക്കുകൾ. നോക്ക്, നിനക്ക് പെട്ടെന്ന് ആരെങ്കിലും കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോണം. അതിനുവേണ്ടി എന്റെ സുഭാഷ് ഏട്ടന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷ് ചോദിക്കുന്നു, നീ എന്തിനാടി എന്നെ ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നേ? എന്തിനാ ഹരീഷ് എന്നെ വഴക്ക് പറയുന്നതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ഞാൻ കോള് കട്ട് ചെയ്യുമ്പോൾ നീ വീണ്ടും വീണ്ടും എന്തിനാ ഫോൺ ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്യുന്നേ? ഇത് കേട്ട് നീതു പറയുന്നു, ഹരീഷ് പ്ലീസ് എന്നെ വഴക്ക് പറയല്ലേ. അപ്പൊ ഹരീഷ് പറയടാ, അഭിനയിക്കാതെ ഫോൺ വെക്കടി. അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോൾ അറ്റൻഡ് ചെയ്ത ഹരീഷ് പറയുകയാണ്, വിളിക്കരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്? പറഞ്ഞ നിനക്ക് മനസ്സിലാകില്ലേ? ഇത് കേട്ട് നീതു ചോദിക്കണ, എന്താ ഹരീഷ് ഇത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ ഹരീഷ് പറയണ, അതെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാ തെറ്റ് ചെയ്തത്. അപ്പൊ നീതു പറയണ, നിന്നോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ കോൾ ചെയ്തേ? നീ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും ഹരീഷേ? അപ്പൊ ഹരീഷ് പറയണ, നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും വീണ്ടും എന്നെ ഫോൺ വിളിച്ച് എന്തിനാ നീ ശല്യം ചെയ്യുന്നേ? അപ്പൊ നീതു ചോദിക്കണ്ട, നീ എന്തിനാ ഹരീഷ് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് വഴക്കുണ്ടാക്കിയത്? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഫോണിൽ പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ മെക്കാനിക് ഷോപ്പിൽ വരുമല്ലോ, അപ്പൊ പറയാലോ. വീട്ടിലേക്ക് വന്ന് എന്തിനാ ബഹളം ഉണ്ടാക്കിയേ? നീ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്റെ വീട്ടിലുള്ളവർ കണ്ടു. എന്റെ അമ്മയും ചേട്ടനും എന്നെ വഴക്ക് പറഞ്ഞു. നിനക്ക് ഇത് തന്നെ വേണം നീ അനുഭവിക്കുന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. എന്തിനാ ഹരീഷ് നീ ഇങ്ങനെ ചെയ്തത്? എന്നെ കുറിച്ച് നീ ചിന്തിച്ചത് പോലും ഇല്ലല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയണ, അതേടി 24 മണിക്കൂറും നീ നിന്നെ കുറിച്ച് ആലോചിക്കുന്നത് പോരാഞ്ഞിട്ട് ഞാനും നിന്നെ കുറിച്ച് ഇനി ആലോചിച്ചിരിക്കണം അല്ലേ? ആർക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് കുഴപ്പമില്ല, നിനക്ക് നിന്റെ പ്രശ്നമാണ് പ്രധാനം. എന്റെ സുഭാഷേട്ടനെ വിഷമം നോക്കാതെ ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ചിരിക്കണം അല്ലേ? നിനക്ക് എങ്ങനെ പറ്റുന്നു? നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ലേ? അപ്പൊ നീതു പറയണ, നീയാ ഹരീഷ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? നിനക്ക് ദേഷ്യം വന്നാൽ ആരെ കുറിച്ചും ചിന്തിക്കാതെ വഴക്കിടണമല്ലോ. എന്റെ വീടിന്റെ അവസ്ഥ എന്താണെന്ന് നീ ചിന്തിക്കുന്നതേ ഇല്ലല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയണ, വെക്കടി ഫോൺ, ആദ്യം ഫോൺ ഓഫ് ചെയ്യണം. തുടർന്ന് സുഭാഷേട്ടനെ കാണാതെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് നികേഷ്. അരികിലേക്ക് വന്ന സുധീഷിനോട് നികേഷ് പറയുന്നു, സുധീഷേട്ടാ സുഭാഷേട്ടൻ പോയിട്ട് ഒരുപാട് നേരമായില്ലേ, ഇതുവരെ വന്നില്ലല്ലോ. അവിടേക്ക് വന്ന നിധി പറയണ, വന്ന ഉടനെ സുഭാഷേട്ടനെ ചോദ്യം ചെയ്യുകയല്ലായിരുന്നു എല്ലാവരും കൂടി, അതുകൊണ്ടാ സുഭാഷേട്ടൻ അപ്സെറ്റ് ആയത്. അപ്പൊ സുധീഷ് പറയണ, നിധി പറയാതിരിക്കാൻ പറ്റില്ല, എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ച ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇതാണ് കാര്യമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നിശ്ചയം വരെ പോകില്ലായിരുന്നല്ലോ. ഇത് കേട്ട് നിധി പറയണ, ശരി അത് വിട്, നമ്മൾ അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട. സുഭാഷേട്ടൻ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കരുത്. ഹരീഷും അവിടേക്ക് വന്നിരിക്കുകയാണ്. നികേഷ് പറയണ, സുഭാഷേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി തോന്നുക. സുഭാഷേട്ടന്റെ ജീവിതത്തിൽ ഇപ്പം നല്ല ഒന്നും നടക്കുന്നില്ല. നമുക്കത് വിഷമമായിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയില്ല, എങ്ങനെയെങ്കിലും സുഭാഷേട്ടൻ ഇതൊക്കെ പറഞ്ഞ് പഴയതുപോലെ ആകണം. അതിനെ കുറിച്ച് സമയം എടുക്കും. നമ്മൾ കൂടെ ഇരുന്ന് സുഭാഷേട്ടനെ നോർമൽ ആക്കണം. ഇത് കേട്ട് നിധി പറയണ, ഇപ്പൊ പറഞ്ഞതാണ് ശരി സുധീഷേ, നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാനൊന്നും പോയതല്ലല്ലോ സുഭാഷേട്ടൻ, സിറ്റുവേഷൻ കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്, സുഭാഷേട്ടൻ ഇവിടെ വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് ആരും സംസാരിക്കണ്ട. സുഭാഷേട്ടനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ, അപ്പൊ തന്നെ പാതി ശരിയാകും. ഈ സമയം വളരെ സന്തോഷത്തോടു കൂടി സുഭാഷ് അവിടേക്ക് വരികയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി സുഭാഷേട്ടൻ വന്നു. എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സന്തോഷത്തോടു കൂടി ആലോചിച്ച് സുഭാഷ് അകത്തേക്ക് കയറി വരുന്നത് കണ്ട് സുധീഷ് ചോദിക്കുന്നു, എടാ സുഭാഷേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? ചിരിച്ചോണ്ട് വരുന്നു. ഹരീഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ സുഭാഷേട്ടൻ എന്താ സുധീഷനെ പോലെയാണോ? അങ്ങനെയൊന്നും ചെയ്യില്ല, നീ എന്തിനാടാ എന്നെ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ഒന്ന് നിർത്തുന്നുണ്ട്, ഇനി പുതിയ വഴക്കിന് തുടക്കം കുറിക്കണ്ട. പുഞ്ചിരിച്ച് അകത്തേക്ക് കയറി വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയാണോ? അതേ സുഭാഷേട്ടാന്ന് നിധി പറയുമ്പോൾ പുഞ്ചിരിച്ച് ആലോചിച്ച് അവിടേക്ക് ഇരിക്കുകയാണ് സുഭാഷ്. എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. അവരെ ശ്രദ്ധിക്കാതെ സുഭാഷ് ചാന്ദിനിയെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് എല്ലാവരും. സുഭാഷേട്ടാ എന്താ ചിരിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, ഒന്നുമില്ല. സുധീഷ് ചോദിക്കുന്നു, ഒന്നുമില്ലേ? അപ്പൊ സുഭാഷ് ചോദിക്കണ, നിങ്ങൾ എല്ലാവരും കഴിച്ചായിരുന്നോ? ഇല്ല സുഭാഷേട്ടാ ഇതുവരെ കഴിച്ചില്ല എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണേ, എന്താടാ ഇത്, കഴിക്കണ്ടായിരുന്നോ? ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടല്ലേ നമ്മൾ വന്നത്, അതെടുത്ത് കഴിച്ചാ പോരായിരുന്നോ? ഇത് കേട്ട് സുധീഷ് പറയണ, സുഭാഷേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ഇത്രയും നേരം കഴിക്കാതെ ഇരിക്കുകയായിരുന്നു നിങ്ങൾ? എന്താടാ ഇത്? മോളെ നിധി എല്ലാം എടുത്തു വെക്ക്, ഞാൻ പോയി ഡ്രസ്സ് മാറ്റിട്ട് വരാം. ശരി സുഭാഷേട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. നികേഷ് ഹെൽപ്പിന് വാടാന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണേ, നിധി എന്താ ഇത്? ചുമ്മാതിരിക്ക്, നീ വാടാന്ന് പറഞ്ഞ നികേഷിനെയും കൂട്ടി നിധി അടുക്കളയിലേക്ക് പോകുന്നു. എന്ത് പറ്റി സുഭാഷേട്ടൻ എന്ന് പറഞ്ഞ സംശയത്തോടു കൂടി സുധീഷും ഹരീഷും പിന്നാലെ പോവുകയാണ്. തുടർന്ന് അവർ ഭക്ഷണം എടുത്തു വെച്ച്
കഴിച്ച് സുഭാഷ് വരുന്ന കാത്തിരിക്കുകയാണ്. സന്തോഷത്തോടു കൂടി അവിടേക്ക് വന്ന സുഭാഷ് പ്ലേറ്റിലേക്ക് ഭക്ഷണം എടുത്തിട്ട് പറയുന്നു, എല്ലാവരും കഴിക്കുക. അങ്ങനെ സുഭാഷ് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് എല്ലാവരും. നല്ല വിശപ്പുണ്ട്, നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് എനിക്കുള്ളത് എടുത്തു വെച്ച് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ തേണ്ട ആരും കഴിക്കാതെ ഇരിക്കുന്നു. കഴിക്കട, എന്നെ നോക്കിയിരിക്കാതെ കഴിക്ക്. അങ്ങനെ സുഭാഷ് പുഞ്ചിരിച്ച് ആലോചിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ, സുഭാഷേട്ടൻ ഓക്കെയാണോ? അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നികേഷ് പറയണ, അതല്ല സുഭാഷേട്ടാ, ഇത്രയൊക്കെ നടന്നിട്ടും സുഭാഷേട്ടൻ ചിരിച്ചോണ്ടിരിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല ഞങ്ങക്ക്. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ, എനിക്ക് ചിരിക്കാൻ പാടില്ലേ? അതേക്കുറിച്ച് ആലോചിച്ചിരിക്കണോ? അത് ശരിയാണെന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, നിങ്ങൾ കഴിക്ക്. നിധി നികേഷിനോട് പതിയെ പറയുന്നു, ചുമ്മാതിരിക്കടാ. സുഭാഷേട്ടന് വിഷമമൊന്നുമില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, എനിക്ക് ഒരു വിഷമവും ഇല്ല സുധീഷെ, നടക്കേണ്ടത് നടന്നല്ലേ പറ്റൂ. അതോർത്ത് വിഷമിച്ചിട്ട് എന്താകാനാ? നടന്നത് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയണ, ഇതെന്താ ഫിലോസഫി ഒക്കെ പറയുന്നേ? സുഭാഷ് പറയണ, ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും നല്ലത് എന്തെങ്കിലും കിട്ടാൻ പോവുകയാണെന്ന് ചിന്തിക്കണം. നമുക്കുള്ളത് നമുക്ക് തന്നെ വന്നു ചേരുമെന്ന് മുതിർന്നവര് പറയാറില്ലേ? അതുപോലെ ഇതും. നടന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കും. സുധീഷ് ചോദിക്കണ, സുഭാഷേട്ടാ, ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയതല്ലേ, ഇത്രയും സമയം എടുത്ത എന്താ? അപ്പം സുഭാഷ് പറയണ, അവിനാഷിന്റെ വീട്ടിലേക്ക് പോയി, അതാ കുറച്ച് ലേറ്റ് ആയേ. ശരി ശരി, ഭക്ഷണം കഴിക്കുന്ന സുധീഷ് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന അവർ സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് ആലോചിച്ച് ഭക്ഷണം കഴിക്കുന്നു. ചാന്ദിനിയെ വിവാഹം കഴിക്കുമെന്ന് അവിനാഷ് ചോദിച്ചതും ചാന്ദിനി നാണത്തോടുകൂടി അകത്തേക്ക് ഓടിപ്പോയതുമെല്ലാം ഓർക്കുകയാണ് സുഭാഷ്. നിധിയും സുധീഷും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുന്നു. തുടർന്ന് പാട്ടും കേട്ട് ഭാസ്കരൻ പുറത്തിരിക്കുമ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് സുഭാഷ്. സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ കഴിച്ചായിരുന്നോ? സൗണ്ട് കുറയ്ക്കോ? പാട്ടിന്റെ ശബ്ദം കുറച്ച് ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ അച്ഛൻ കഴിച്ചോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഇത് ചോദിക്കാൻ വേണ്ടിയാണോ ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞേ? സുഭാഷ് ഭാസ്കരനുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. ഭക്ഷണം അവിടേക്ക് വെച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ, നടന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ? അല്ല അച്ഛാ, സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയാണ്, ഈ ലോകത്ത് വിവാഹം നിശ്ചയം മുടങ്ങിപ്പോയ ആദ്യത്തെ ആള് നീയൊന്നും അല്ല. ദൈവം ഒരു കാര്യം നടക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് വേണ്ടി വേറെ നല്ല മറ്റെന്തോ നടക്കാൻ പോകുന്നെന്നാ. അത് മനസ്സിലാക്കിക്കോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി സുഭാഷ് പറയുന്നു, ശരി അച്ഛാ. അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കുടുംബം ശരിയല്ലെന്ന്? നീ കേട്ടില്ല, നിന്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്തു, ഇപ്പൊ കണ്ടില്ലേ നാണം കിട്ടു വന്നത്. ഇത് കേട്ട് സുഭാഷ് പറയണ, അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു, ഞാൻ എന്നത് മനസ്സിലാക്കിയില്ല. അപ്പൊ ഭാസ്കരൻ പറയണ, ഇനിയും പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ഭാസ്കരൻ മദ്യപിക്കാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയണ, അച്ഛാ, കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവച്ചിട്ടില്ലേ? അപ്പൊ ഭാസ്കരൻ പറയുന്നു, എനിക്ക് ഇതാടാ ഭക്ഷണം, നീ കൊണ്ടു തന്നത് സൈഡ് ഡിഷ്. അങ്ങനെ ഭാസ്കരൻ മദ്യപിക്കുകയാണ്. സുഭാഷ് ആലോചിച്ചിരിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, കുടിക്കുന്നോടാ? അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് വേണ്ട, ചുമ്മാ കുടിക്കിടാന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് പറയുന്നു, അച്ഛാ, എനിക്കതൊന്നും ശീലമില്ലാന്ന് അറിയാലോ, ചുമ്മാതിരിക്ക്. അപ്പൊ ഭാസ്കരൻ പറയുന്നു, എടാ, കുടിച്ചാൽ നല്ല ഉറക്കം വരും, നടന്നതെല്ലാം മറന്ന് സമാധാനത്തോടെ ഉറങ്ങാം. അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് ഇപ്പൊ തന്നെ ഉറക്കം വരുന്നു, നല്ല ക്ഷീണം, ഞാൻ കിടന്നാൽ ഉടനെ ഉറങ്ങും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ ഭാസ്കരൻ മദ്യപിക്കുമ്പോൾ സുഭാഷ് ഓർക്കുകയാണ് ചാന്ദിനി പുഞ്ചിരിച്ച് നാണത്തോടുകൂടി തന്നെ നോക്കി നിന്നത്. തുടർന്ന് സുഭാഷ് ആലോചിച്ചിരിക്കുമ്പോൾ സുഭാഷിനെ ശ്രദ്ധിക്കുന്ന ഭാസ്കരൻ മനസ്സിൽ പറയണ, ഇതെന്താ ഇവൻ തനിച്ച് ചിരിക്കുന്നേ? വട്ടായോ? നടന്നതൊക്കെ ഓർത്ത് ഉള്ള ബോധം പോയതാണോ? എടാ സുഭാഷേ, നിന്റെ അനിയന്മാരോട് നിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയട്ടെ. ഇത് കേട്ട് സുഭാഷ് ചിരിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, എന്താ ഇത്? കൺഫേം ഇവന് വട്ടായി. ചിരിച്ചോണ്ടെങ്കിരിക്കുകയാണല്ലോ. എടാ, കുടിക്കുന്നോ? അപ്പൊ സുഭാഷ് പറയണ, അതൊന്നും എനിക്ക് വേണ്ട അച്ഛാ, അച്ഛൻ കഴിക്ക്. ഞാൻ ഇവിടെ ഇരുന്നാൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയണ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെന്ന് നീ ആടെ ചിരിച്ചോണ്ടിരിക്കുന്നത്? കഥ കഴിഞ്ഞു, ഇവന്റെ കാര്യത്തിൽ തീരുമാനമായെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഭാസ്കരൻ ഭക്ഷണം കഴിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്